നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നതാണ്, വളരെ ടഫായിരിക്കുമോ, പ്രശ്നമാണോ, ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊരു ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ടഫൊന്നും അല്ല. എക്സാം ഒന്നും അങ്ങനെ ഒത്തിരി ടഫായിട്ടൊന്നും അങ്ങനെ വരാറില്ല. ഓൾമോസ്റ്റ് എക്സാംസ് എല്ലാം ഒരു ലെവൽ വരെ വളരെ നല്ല ഈസി ആയിരിക്കും. കുറച്ച് ഭാഗം ഒരു പെർസെൻറ്റേജ് വൈസ് വരുവാണെങ്കിൽ ഒരു 15% ടഫായേക്കാം. മറ്റുള്ള എല്ലാം നമുക്ക് ഒരുവിധം ഈസി ആയിരിക്കും. ഈ പറഞ്ഞ ഈസിനെസ്സൊക്കെ ഓൺലി ഫോർ ടീച്ചേഴ്സ്. ഓക്കെ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ടഫാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ടീച്ചറിന് ചോദിക്കുക, നിങ്ങൾക്ക് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് ടീച്ചറിന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറയും എന്ത് ഈസിയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മാറി ചെയ്യുന്നുണ്ട് പറയും. ആ ടീച്ചർ പറയുക ഭയങ്കര ഈസിയാണ്, എന്തൊരു ടീച്ചറിന് അറിയത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ കുറേ കമൻറ്റ് ചെയ്യും. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ളതും ഒരുവിധം കുഴപ്പമില്ലാത്തതും ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഉള്ളത് എക്സാമിന് വരുള്ളൂ കേട്ടോ. നിങ്ങളിനി അതിനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഒരുവിധം എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാകുന്നതാണ് കേട്ടോ. അല്ലാതെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ സാധാരണ ഈസി ലെവലും മോഡറേറ്റ് ചെയ്ത് കുറച്ച് ഒരു സാധാരണ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു രീതികൂടെയും ടഫായിട്ടുള്ള മേഖലയിലോട്ട് വളരെ ചെറുത് കുറച്ച് അത്രേ ഉള്ളൂ. അതൊരിക്കലും ഒരാൾ തോക്കാനുള്ള ഒരു കാരണമാകത്തുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ബുക്കിൽ എഴുതി വെക്കണം. 6 മാർക്സ് ക്വസ്റ്റ്യൻ്റെ ഏകദേശം നിങ്ങളൊരു 2 ക്വസ്റ്റ്യനെങ്കിലും ഒരാൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഒരെണ്ണം വിട്ടാലോ അല്ലെങ്കിൽ 2 എണ്ണം വിട്ടാലും കുഴപ്പമില്ല, 2 എണ്ണം ഉറപ്പായിട്ടും 6 മാർക്സിൻ്റേത്, ഒരു 4 മാർക്സിൻ്റെ 3 എണ്ണം, ഒരു 3 മാർക്സിൻ്റെ ഒരു 3 എണ്ണം. ഓക്കെ, ഇത്രയൊന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ ആർക്കും തോക്കേണ്ട ആവശ്യമില്ല. അത് കിട്ടാൻ ഒരു സബ്ജക്റ്റിൽ നിന്നും ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, 3 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസുകളിൽ നിന്നും പകുതി വീതം ക്വസ്റ്റ്യൻസുകളെ പഠിക്കാൻ ഏത് സബ്ജക്റ്റിൽ നിന്നാണേലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ആ സ്ട്രാറ്റജി സ്വീകരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഇന്നത് പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്, ഇത്രയും പഠിച്ചാൽ മതി, ഈസി ആയിട്ട് ജയിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ എല്ലാ സബ്ജക്റ്റിനും അതേപോലെ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരുമേ ടെൻഷൻ അടിക്കേണ്ട, പ്രശ്നമാക്കേണ്ട, ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന പോലെ ആയിരിക്കും എൻ്റെ ഈസിനെസ്സിൻ്റെ വ്യത്യാസങ്ങൾ. ഓക്കെ, ഏത് ടീച്ചറിൻ്റെ മുന്നിൽ കൊണ്ട് കൊടുത്താലും എപ്പോഴും ഈസിയാണെന്നേ പറയത്തുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആക്ച്വലി ഈസി ആയിരിക്കാം. നമ്മൾ പക്ഷേ അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണേ. അപ്പോൾ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവനെ അടിപൊളിയായിട്ട് ക്ലാസ് തന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പായിട്ടും ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിച്ചോ, ഏറ്റവും അടിപൊളിയായിട്ട് ജയിച്ചോ, അടുത്ത കോഴ്സിന് പോയിക്കോ. ഗുഡ് ബൈ.